കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ദ ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസത്തിൽ തൻ്റെ മക്കളെ വളർത്തിയ ഒരു വ്യക്തിയെ പറ്റിയാണ്, മോശയുടെ മാതാവിനെ പറ്റി. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ എത്തിയതും അവർ മിസ്രൈമിൽ പാർക്കുവാൻ തുടങ്ങിയതും എല്ലാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവർ മിസ്രൈമിൽ എത്താനുണ്ടായ സാഹചര്യം ഒരു വലിയ ക്ഷാമമായിരുന്നു. തന്നെ പൊട്ടക്കിണറ്റിലിട്ട് തന്നെ വിറ്റ് കളഞ്ഞ തൻ്റെ സഹോദരന്മാർ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ആഹാരം വാങ്ങാൻ മിസ്രൈമിലേക്ക് എത്തുന്നു. തങ്ങൾ വിറ്റ് കളഞ്ഞ തൻ്റെ സഹോദരൻ മിസ്രൈമിൽ വളരെ ഉന്നത സ്ഥാനത്തെത്തി എന്നുള്ളത് സഹോദരന്മാർ അറിഞ്ഞില്ല. സഹോദരന്മാർ മിസ്രൈമിൽ എത്തിയപ്പോൾ ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു. താൻ സ്വയം വെളിപ്പെടുത്തി തൻ്റെ പിതാവിനെയും കൂട്ടി വരുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ താമസം തുടങ്ങി. ഇസ്രായേൽ ജനം പെറ്റുപെരുകി. പുറപ്പാട് 11-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടു പോയിക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പീഥോം, റയംസേസ് എന്ന സംഹാര നഗരങ്ങളെ ഫറവോന് പണിതു. ദൈവജനം പെരുകിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കാം. എന്നാൽ മിസ്രൈം രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി കർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതി കർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം രാജാവ് സൂതി കർമ്മിണികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി? നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സൂതി കർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രൈമ്യ സ്ത്രീകളെപ്പോലെ അല്ല, അവർ നല്ല തിറവുള്ളവർ. സൂതി കർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സൂതി കർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബ വർധന നൽകി. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. സൂതികർമ്മിണികളോട് പറയുന്നു,
എബ്രായ ആൺകുഞ്ഞുങ്ങളെ എല്ലാം ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയണം എന്ന്. ദൈവഭക്തരായ ആ സ്ത്രീകൾ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. അവർ പറഞ്ഞു എബ്രായ സ്ത്രീകൾ തിറവുള്ളവർ എന്ന്. അവർ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ പ്രസവിച്ചു കഴിയും. രാജാവ് വീണ്ടും കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നദിയിൽ എറിഞ്ഞ് കൊന്നുകളവാൻ. ദൈവഭക്തരായ ഈ സൂതികർമ്മിണികൾക്ക് ദൈവം എന്ത് ചെയ്തു? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നാം എന്ത് വിതയ്ക്കുന്നു അത് തന്നെ നാം കൊയ്യും. ഈ സ്ത്രീകൾ ദൈവജനത്തിൻ്റെ കുടുംബത്തിൻ്റെ വർധനവ് തടഞ്ഞില്ല. രാജാവ് പറഞ്ഞത് പ്രകാരം ആൺകുഞ്ഞുങ്ങളെ അവർ കൊന്നുകളഞ്ഞില്ല. അങ്ങനെ ദൈവജനം വീണ്ടും പെറ്റുപെരുകി. ദൈവം എന്തവർക്ക് ചെയ്തു? അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ ഭയന്ന സ്ത്രീകളായിരുന്നു. അവരുടെ കുടുംബത്തിന് ദൈവം വർധനവ് കൊടുത്തു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിപ്പിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി. അതിന് പശയും കീലും തേച്ചു. പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവൻ്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചു കൊണ്ടുവരേണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോശ എബ്രായ മാതാപിതാക്കൾക്ക് ജനിക്കുവാനിടയായി. ദൈവത്തിന് മോശയെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ശത്രുവായവൻ ജനനത്തിൽ തന്നെ ആ കുഞ്ഞിനെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ടു. മോശയുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ മോശയുടെ അമ്മയും ഉണ്ടായിരുന്നു. ആ എബ്രായ മാതാവ് തന്നെ ഈ കുഞ്ഞിനെ വളർത്തണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു. രാജകുമാരിയുടെ കയ്യിൽ എത്തിയിട്ടും സ്വന്തം മാതാവിനാൽ വളർത്തപ്പെടുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. മോശയുടെ മാതാവ് ആ പൈതലിനെ തൻ്റെ വിശ്വാസ പ്രകാരം അത്രേ വളർത്തിയത്. ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഫറവോന്റെ പുത്രിയെ ഏൽപ്പിച്ചു. അവൻ ഫറവോന്റെ പുത്രിക്ക് മകനായി വളർന്നു. മിസ്രൈമിൽ വളർന്നിട്ടും മിസ്രൈമിലെ എല്ലാ സുഖസൗകര്യങ്ങളും മോശയ്ക്ക് ലഭിച്ചിട്ടും താൻ ആരെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. മോശയെ അങ്ങനെ വളർത്തിയെടുക്കുന്നതിൽ മോശയുടെ മാതാവിന് വലിയ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അമ്മമാരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരുവാൻ പ്രസാദം തോന്നിയാൽ ആ കുഞ്ഞിനെ ദൈവസ്നേഹത്തിൽ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പല അമ്മമാർക്കും അതിന് ഇന്ന് സമയമില്ല. അവർക്ക് മറ്റു പലതിനും സമയമുണ്ട്. അവർക്ക് ഒത്തിരി പറയാനുണ്ട്. എൻ്റെ ജോലി, എനിക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്, ഞങ്ങൾക്ക് പണമില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, എനിക്ക് ജോലി ചെയ്യണം. അമ്മമാർ ജോലി ചെയ്യരുതെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ
തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഒരു പൈതലിൻ്റെ ആദ്യത്തെ അധ്യാപിക തൻ്റെ മാതാവാണ്. ഒരു മാതാവിനാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നത്. മോശ മിസ്രൈമിൽ വളർന്നു. ഒരു ദൈവ ദാസി ആ കുഞ്ഞിനെ വളർത്തിയതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടത് അതിന് അനുസരിച്ചാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ജീവനുള്ള ദൈവത്താൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ എല്ലാവരുടെയും മേളിൽ ഒരു പദ്ധതിയുണ്ട്. ഒരു അമ്മമാർക്കും സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ശമ്പളം കിട്ടാറില്ല. മോശയുടെ അമ്മയ്ക്ക് അത് ലഭിച്ചു. അവൾ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങി തൻ്റെ കുഞ്ഞിനെ വളർത്തി. ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവിക അടിസ്ഥാനത്തിൽ, അവളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പൈതലിനെ വളർത്തി വലുതാക്കുവാൻ ഇടയായി. മോശയെ ആ മാതാവ് വളർത്തിയപ്പോൾ ആ മാതാവ് അറിഞ്ഞില്ല ഒരിക്കൽ ദൈവം അവനെ ശ്രേഷ്ഠകരമായി ഉപയോഗിക്കുമെന്ന്. തൻ്റെ മകനിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യുമെന്ന് ആ മാതാവ് അറിഞ്ഞിരുന്നില്ല. മോശയുടെ പിതാവിൻ്റെ പേര് അമ്രാം എന്നായിരുന്നു. മാതാവ് യൊഖേബേദ് എന്ന ഒരു സ്ത്രീയും. ഈ മാതാപിതാക്കൾ അമ്രാമും യൊഖേബേദും അവർ രണ്ടുപേരും ലേവി കുടുംബത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. അമ്രാമിനും യൊഖേബേദിനും ഇതാ ഒരു സുന്ദരനായ പൈതൽ ജനിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുവാൻ അവർ ഒത്തിരി ബുദ്ധിമുട്ടിക്കാണും. അവർ അടിമത്തത്തിലായിരുന്നു. എല്ലാ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്നിതാ നഷ്ടപ്പെടും എന്നുള്ള ഭയം അതെത്ര വേദന ഉണ്ടാക്കുന്നതാണ്. ആ വേദനയുടെ ആഴം എങ്ങനെ പറഞ്ഞറിയിക്കുവാൻ സാധിക്കും? പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയുടെ വേളയിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. നിങ്ങളെ നിരാശയിൽ ആഴ്ത്തിക്കളയുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ആ യോഖേബേദിനെ പോലെ നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമോ? മോശ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവിളിക്ക് അവൻ ചെവി കൊടുത്തവനും ആയിരുന്നു. മോശയെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അവൻ അനുസരണമുള്ളവനായിരുന്നു. അനേക പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് തൻ്റെ ദൗത്യത്തിൽ മോശ ഉറച്ച് നിന്നു. മോശയ്ക്ക് നമ്മെപ്പോലെയൊക്കെ പല ബലഹീനതകളും ഒക്കെ ഉള്ളതായിരുന്നു. ഒരു മിസ്രൈമിനെ ദേഷ്യം വന്നപ്പോൾ തല്ലിക്കൊന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അവന് കോപമുണ്ടായിരുന്നു. കോപം പാപ സ്വഭാവമാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും മോശയ്ക്ക് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകളെയും കുറവുകളെയും ഒക്കെ നോക്കി നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വിരൽ ചൂണ്ടിയേക്കാം. മോശയുടെ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിയുന്നത് ദൈവം മാത്രമത്രേ. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ പുറമേയുള്ള നടപ്പും ഒക്കെ കണ്ടാണ് നമ്മെ കുറ്റം വിധിക്കുന്നത്. ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തെന്ന് അവർ അറിയുന്നില്ല. ദാവീദിനെ നോക്ക്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. ദൈവം ദാവീദിനെ രാജാവായി കണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഏത് ദൗത്യത്തിനായി ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു? നിങ്ങൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുമോ? നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായി വാഞ്ചിക്കുമോ? നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേരുമോ? ഏത് ദൗത്യത്തിനായി ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നുവോ, ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ ഇസ്രയേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ദൈവം അഭിഷേകം ചെയ്തവനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അത് മാതാപിതാക്കൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല, സഹോദരങ്ങൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല, നിങ്ങളുടെ ചുറ്റിനും ഉള്ള ഏത് മിടുക്കൻ വിചാരിച്ചാലും സാധിക്കുകയില്ല. ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിരുന്നാലും, ഏതൊക്കെ തരത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താം, എങ്ങനെയൊക്കെ ആരൊക്കെ ശ്രമിച്ചാലും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതി തന്നെ ദൈവം നടപ്പാക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥാനം അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. നിങ്ങൾക്ക് പകരം 1000 പേരെ ആ സ്ഥാനത്തേക്ക് അസൈൻ ചെയ്യാം. അതെല്ലാം പരാജയത്തിൽ ചെന്ന് അവസാനിക്കും. താൽക്കാലികമായി ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കാണുകയില്ല. ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവജനം ജയം പ്രാപിക്കുക തന്നെ ചെയ്യും. മോശയെ നശിപ്പിച്ചു കളയുവാൻ പല തരത്തിൽ ശത്രു ശ്രമിച്ചു. എന്തിനു വേണ്ടി മോശയെ ദൈവം വിളിച്ചു, അതിന് തന്നെ ദൈവം മോശയെ ഉപയോഗിച്ചു. ദാവീദ് രാജാവിനെ ദൈവം അഭിഷേകം ചെയ്തു. ദാവീദ് രാജാവിന് അവൻ ചെറുപ്പമായപ്പോൾ രാജാവാകുന്നതിന് മുമ്പ് വീട്ടിൽ പോലും വലിയ സ്ഥാനമില്ലായിരുന്നു. അവനെ എഴുതി തള്ളിയ ഒരു പയ്യനായിരുന്നു. ജനം നിന്നെ എഴുതി തള്ളിയെങ്കിൽ, നിന്റെ കുടുംബം നിന്നെ എഴുതി തള്ളിയെങ്കിൽ, നിന്റെ കൂട്ടുകാർ നിന്നെ എഴുതി തള്ളിയെങ്കിൽ, സ്നേഹവാനായ പിതാവ് എന്നെയും നിങ്ങളെയും പേർ വിളിച്ച് വേർതിരിച്ച ദൈവം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിങ്ങൾ ജീവിക്കുമോ? വിശ്വാസത്തിൽ അടിയുറച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാണോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. എന്നെയും നിങ്ങളെയും പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി മറിച്ചു കളയുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. ആർക്കെങ്കിലും അത് മറിച്ചു കളയുവാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ തന്നെയായിരിക്കും. ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുമോ? എന്നെ കേൾക്കുന്ന അമ്മമാരെ, നിങ്ങൾക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പ്രധാന സ്ഥാനമത്രേ ഉള്ളത്. ആ കുഞ്ഞിനെ ദൈവവിശ്വാസത്തിൽ, വിശ്വാസാടിസ്ഥാനത്തിൽ നിങ്ങൾ വളർത്തുവാൻ തയ്യാറായാൽ ആ കുഞ്ഞുങ്ങൾ അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരും. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം ഇതാണ്, സാഹചര്യങ്ങളെല്ലാം അതിന് പ്രതികൂലമാണല്ലോ. ഭയപ്പെടേണ്ട, ദൈവം നിനക്കായി പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഒരു ഭവനം ചമയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ആർക്കിടെക്റ്റ് കാണും, എൻജിനീയർ കാണും. ആർക്കിടെക്റ്റ് ആയിരിക്കും ആ വീടിന് നല്ല ഒരു രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പില്ലറിൻ്റെ ബലം എന്തെന്ന്, അതിൽ വെക്കുന്ന ബീമിൻ്റെ വലിപ്പം എന്തെന്ന് ഒക്കെ തീരുമാനിക്കുന്നത് ഒരു സ്ട്രക്ചറൽ എൻജിനീയർ ആയിരിക്കാം. ഈ ബിൽഡറിന് ഒരു ബ്ലൂ പ്രിൻ്റ് കാണും. ആ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ചാണ് ഒരു ഭവനം പണിത് ഉയർത്തുന്നത്. നമ്മെ ദൈവം തൻ്റെ പദ്ധതി പ്രകാരം പണിഞ്ഞിരിക്കുന്നു. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഒരു ബിൽഡർ ഒരു ബ്ലൂ പ്രിന്റിനനുസരിച്ച് ഒരു മനോഹരമായ കെട്ടിടം പണിത് പൊക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും ദൈവം പണിത് ഉയർത്തും. നാം വിശ്വസിച്ചാൽ മാത്രം മതി. ചുറ്റുമിരുന്ന് കുശുമ്പ് സംസാരിക്കുന്നവർ ദൈവ പൈതലിൻ്റെ ഉയർച്ച കണ്ട്, ദൈവ പൈതലിൻ്റെ അനുഗ്രഹം കണ്ട്, അവൻ്റെ കുറവുകൾ കണ്ടെത്തി നാടുനീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവിതങ്ങളെ നമുക്ക് എല്ലാം കാണുവാൻ സാധിക്കും. പലരും കുശുമ്പ് മൂത്ത് കഴിയുമ്പോൾ, ഒരുവൻ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ, ഒരുവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട്
ജീവിക്കുന്നത് കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൻ്റെ പണ്ടത്തെ എന്തേലും എടുത്തു പോക്കും. പണ്ട് അവൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ പണ്ട് കോളേജിൽ പോയപ്പം അവൾ ഇങ്ങോട്ട് നോക്കി, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദുഷിക്കുന്ന ജീവിതങ്ങളെ നമ്മുടെ ചുറ്റും കാണാം. പ്രിയപ്പെട്ട ദൈവജനമേ, ആ വ്യക്തികൾ അവരുടെ കുടുംബങ്ങളിലിരുന്ന് ദുഷിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നെന്നറിയാമോ? അവരുടെ കുഞ്ഞുങ്ങൾ, അത് കേൾക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളെയും അവർ കിടക്കുന്ന ചീഞ്ഞു നാറിയ വൃത്തികെട്ട ആ കുളത്തിലേക്ക് അവരെയും വലിച്ച് ഇടുന്നതായിരിക്കും. ദൈവ പൈതൽ എന്നും ജയാളികളാണ്. ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു അമ്മയ്ക്കുള്ള സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ വല്യമ്മച്ചി, എൻ്റെ പിതാവിൻ്റെ മാതാവ്, പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് കുഞ്ഞായിരുന്നപ്പോൾ പാല് കൊടുക്കാനായിട്ട് എടുക്കുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഈ കുഞ്ഞ് ദൈവവേല ചെയ്യണം എന്ന്. എൻ്റെ വല്യമ്മച്ചി എന്നോട് അത് പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആ അമ്മച്ചിയുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയായിരുന്നായിരിക്കാം അത്. അതിനെ ദൈവം മാനിച്ചു. എൻ്റെ പിതാവ് ഒരു പൂർണ്ണ സമയ സുവിശേഷകനായി മാറി. അനേക ജീവിതങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആ പ്രവർത്തനത്തിൽ കൂടെ ദൈവത്തെ അറിയുവാൻ ഇടയായി. അമ്മമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്കുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അത് ദൈവിക അടിസ്ഥാനത്തിലാണോ? അതോ നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്നതും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും മറ്റുള്ളവരുടെ കുറവ് എടുത്തു പൊക്കി മറ്റുള്ളവരോടെല്ലാം വിളിച്ചു പറയുന്നവരും, എങ്ങനെ ഒരു വ്യക്തിയെ അടിച്ചു താഴ്ത്താമെന്നും എങ്ങനെ ഒരു വ്യക്തിയുടെ പരാജയം കാണാമെന്നും, അവനൊന്ന് നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു, അവനൊന്ന് തകരുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ദൈവം ദീർഘക്ഷമയും മഹാദയവുമുള്ളവനാണ്. പല സാഹചര്യങ്ങളിലും ദൈവികമല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് ദൈവം പലരെയും വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. അവൻ്റെ വിശ്വസ്തതയത്രേ, അവൻ്റെ ആഴമായ സ്നേഹമത്രേ. ദൈവത്തെ അറിയുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ദൗത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. ഒരു അമ്മയുടെ ജോലി കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കുക, കുളിപ്പിക്കുക, തുണി മാറുക, ഇത് മാത്രമല്ല. പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ വഴികൾ നേരുള്ളവയത്രേ. അവൻ്റെ പ്ലാനുകൾ, പദ്ധതികൾ അനുഗ്രഹത്തിൻ്റെ പദ്ധതികളത്രേ. അവൻ്റെ വഴികൾ നമ്മെ അനുഗ്രഹത്തിൽ എത്തിക്കുന്നതത്രേ. മോശയുടെ മാതാവിനെ പോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് രാജാവിനെ അവർ ഭയപ്പെട്ടില്ല. അക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ ബലപ്പെടാം? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലയേറിയ ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. നിങ്ങൾ ഇതെന്നും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാമെന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വിശ്വാസ അടിസ്ഥാനത്തിൽ വളർത്താമെന്നും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെ നമുക്ക് വിശ്വസ്തയോടെ പൂർത്തീകരിക്കാമെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കണം. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതത്രേ നമ്മളുടെ ഉത്തരവാദിത്തം. ജീവിതത്തിൽ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം അത്രേ. ആ മോശയുടെ അമ്മ മോശയെ വളർത്തിയതുപോലെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ
മകൻ അല്ലെങ്കിൽ മകൾ, അവർ നാളെ ആരായി തീരുമെന്ന് നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം. മോശയുടെ മാതാവിന് അറിയില്ലായിരുന്നു ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു മോശയെ പോലെ ഉള്ള വ്യക്തി ആയിരിക്കാം, ഒരു പൗലോസിനെ ആയിരിക്കാം. ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടി ഒരു ദെബോറയായിരിക്കാം, അവനൊരു കൊച്ചു തിമോത്തിയായേക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പൈതല് ആരായിത്തീരുമെന്ന് നാം അറിയില്ലായിരിക്കാം. ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്യുമോ? ദൈവം മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വം. നാം എല്ലാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടി തീർക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിൽ ദൈവമേ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്നെ കേൾക്കുന്നവരിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ, കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്നവരുണ്ടെങ്കിൽ, വിശ്വസ്തയോട് ദൈവവിശ്വാസം അടിസ്ഥാനം വിട്ട് ആ കുഞ്ഞുങ്ങളെ പണിയുവാൻ, അവരെ വളർത്തിയെടുക്കുവാൻ, അവരുടെ വ്യക്തിത്വം രൂപാന്തരപ്പെടുത്തുവാൻ മാതാപിതാക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും തൻ്റെ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, കരയുന്നവരുണ്ടെങ്കിൽ, ദൈവമേ അവരെ ഞാൻ അവിടുത്തെ അത്ഭുത കരങ്ങളിൽ വയ്ക്കുന്നു. അവിടുന്ന് അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും ദൈവമാണ്. നിന്റെ സന്നിധിയിൽ തീരാത്ത വിഷയങ്ങളില്ല, നിന്റെ സന്നിധിയിൽ ഉത്തരം ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ദൈവമേ, ഇന്ന് ഞങ്ങൾ താഴ്മയോടെ നിന്റെ സന്നിധിയിൽ വരട്ടെ. അവിടുന്ന് ഞങ്ങളെ കണ്ടിരിക്കുന്നു, ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അവിടുത്തേക്ക്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.